എന്താടാ പോന്നെ? ഒന്നുമില്ല പാപ്പാ, കുറച്ച് ദിവസം ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ കുട്ടികളിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അപ്പാപ്പ വരാത്തത്? ഇപ്പൊ എന്തായാലും അങ്ങോട്ട് വന്ന് നിൽക്കൽ നടക്കൂല. ഓർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നിന്നോട്ടെ. അല്ലെങ്കിൽ തന്നെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്. പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാല് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടിയോ കാര്യം ഉണ്ടോ അവിടെ? ഇനി അഥവാ ഒരു വണ്ടി കിട്ടി എനിക്ക് ഓട്ടാനറിയോ? അതിപ്പം പെട്ടെന്ന് എന്തെങ്കിലും സുഖമില്ലാണ്ടായാല് നമ്മൾ ഏതെങ്കിലും വണ്ടി വിളിച്ചൊക്കെ പോകാമല്ലോ. പിന്നിപ്പോ ഇളയ മോന്റെ അടുത്തല്ലേ സാധാരണ വാപ്പാരൊക്കെ നിൽക്കല്. അതൊക്കെ അങ്ങ് ശരിയായിരുന്നു കൂട്ട. എന്റെ അടുത്ത് അതിനെപ്പോഴാ പൈസ ഉണ്ടായാലും ഏടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പൈസ വേണ്ട. അതൊക്കെ ഞാൻ ആരോടെങ്കിലും വാങ്ങേണ്ടി വരും അല്ലേ? ഞാൻ കേട്ടപ്പാ. ഈ എങ്ങോട്ടാടാ? അത് പാപ്പ ഇന്നലെ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി പോവാണ്. പൈസ എന്തെങ്കിലും വാങ്ങണം എനിക്ക്? അതിപ്പോ സിനോ സിനോ എന്താ പാപ്പേ? ഇത് കിടക്കനടുന്ന ചെക്ക് ബുക്ക് എടുത്തോ? ഇതൊന്നുണ്ട് തൽക്കാലം വെച്ചു. ശരിയപ്പാ, എന്നാ ഞാൻ പോയി വരാം. വാപ്പ അങ്ങോട്ട് വരാണ്ടിരിക്കുന്നതിനെ പറ്റി ഇനി ടെൻഷൻ അടിക്കണ്ട. വാപ്പയ്ക്ക് അങ്ങാടി പോകാനും വരാനും ഒക്കെ സൗകര്യവും പിന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഓന്റെ അടുത്തല്ലേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതല്ലടാ, മക്കൾക്ക് നല്ല ആഗ്രഹമുണ്ട് വാപ്പ ഇവിടെ വന്ന് നിൽക്കണം. ഓരോ വിചാരം എന്താ അറിയോ? ഞാൻ വാപ്പനോട് എന്തോ തെറ്റ് ചെയ്തിട്ടാണ് വാപ്പ ഇവിടെ വന്ന് നിൽക്കാത്തത്. അപ്പൊ ഒരു വിചാരം, ഞാന് വാപ്പേനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഞാനൊന്ന് വാപ്പേന്റെ അടുത്ത് പോകുന്നുണ്ട്. ഞാനൊന്ന് സംസാരിക്കട്ടെ വാപ്പ. ആ വാപ്പാ, മോനെ മോനെ ഡോക്ടർക്ക് വരണം. എന്തോ ഒരു ചെറിയൊരു അസ്വസ്ഥത പോലെ തോന്നുന്നു. ഞാനൊരു ബിസിനസ് ടൂറിലാണ്. എങ്ങനാ? ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ വരുമോ? നിങ്ങൾ വേറെ ആരെങ്കിലും ഒന്ന് കൂട്ടി പോയിക്കോളുന്നാല്. ഹലോ, വരടാ. ഉപ്പനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു നെഞ്ചുവേദനയായിട്ടേ. ഹോസ്പിറ്റലില് പൂനൂർ ഹോസ്പിറ്റലിലാണ്. ഞാൻ ഓക്കെ. എന്താണ് ഇപ്പൊ അങ്ങനെ ആലോചിക്കുന്നത്? ഇത്രയും ദിവസമായിട്ടും റോബ് ഒന്ന് വിളിച്ചും കൂടി നോക്കിയില്ലല്ലോ. അത് നോക്കണ്ടപ്പാ, ബിസിനസിന് എന്തോ തിരക്കിലായിട്ടും അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. നീ എന്നോട് ക്ഷമിച്ചോടാ. എന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. വേണ്ടപ്പാ, ഉപ്പൊരിക്കലും എന്നോട് ക്ഷമ ചോദിക്കരുത്. എനിക്കിപ്പനോട് ഒരു അപേക്ഷ, പണത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ ഒരിക്കലും മക്കളെ വേർതിരിച്ചതാണ്. വേറെ സ്നേഹിക്കുന്ന മക്കൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല.